വീട്ടിൽ പോയാൽ ആദ്യം വീട്ടു നമ്പർ, പിന്നെ എല്ലാവർക്കും പനിയുണ്ടോ എന്ന് ചോദിക്കുക, പിന്നെ ഗർഭിണിയാണെങ്കിൽ പിന്നെ അയൺ ഗുളിക തീർന്നുള്ളത് കൊടുക്കും, പിന്നെ കാൽസ്യം ഗുളിക. ഇതായിട്ടുണ്ടാ വേറെ പോലെ എല്ലാം മാറിയിട്ടില്ലേ? ഇനിയിപ്പോൾ ഡോക്ടറെ അടുത്ത് പോകണ്ടേ? അതെയാ, രാജേട്ടനങ്ങ് വാങ്ങും കേട്ടാ. സന്ധ്യക്ക് വണ്ടി എടുക്കലുണ്ടോ ഇപ്പോൾ? മറ്റന്നാൾ 6-ാം തീയതി, 4-5 ആ. നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രശ്നത്തിൽ 30 വയസ്സിന് മുകൾപോട്ടിലെ കുട്ടികളായാലും പിന്നെ വരാൻ പറഞ്ഞിട്ട് പിന്നെ ചെക്ക് ചെയ്യുന്നുണ്ട്, പ്രഷർ, ഷുഗർ. പിന്നെ വാർഡുകളിലും ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും ഇങ്ങനെ ക്ലിനിക്ക് വെക്കുന്നുണ്ട്, അതിലെല്ലാം പങ്കെടുപ്പിക്കാറുണ്ട് ആളുകളാണ്. ഈ ആരോഗ്യ കേന്ദ്രം എന്ന് വെച്ചാൽ ഈ പ്രദേശത്തുകാർക്ക് ഏറ്റവും വലിയ ഒരു ആശാകേന്ദ്രമാണ്. പെട്ടെന്നുള്ള എന്തെങ്കിലും അസുഖം വന്നാൽ വേഗം എത്തിപ്പെടാനുള്ള ഒരു കേന്ദ്രമാണിത്. ആശാവർക്കർമാരായാലും ഇവിടെയുള്ള ജീവനക്കാരായാലും ഒക്കെ ജനങ്ങളിൽ ഇറങ്ങി ചെന്നിട്ട് തന്നെ വല്ല അസുഖങ്ങളുണ്ടോ, അതുപോലെ മാറാവ്യാധികൾ വല്ലതും, TB, ലെപ്രസീൻ്റെത്, ഇങ്ങനെയുള്ള പല അസുഖങ്ങളും ഫീൽഡ് സർവേയിലൂടെ കണ്ടെത്തി അത് ചികിത്സിച്ച് മാറ്റിയ ഒരു ചരിത്രമുണ്ട് ഇവിടെ. കേരളത്തിൽ മൊത്തം ആരോഗ്യമേഖല വളരെയധികം മുന്നിട്ട് നിൽക്കുന്നു എന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു.